എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 12-ാമത് വാക്യം. നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്നതെന്ത്, നിന്റെ കണ്ണ് ഉരുട്ടുന്നതെന്ത് എന്ന ചോദ്യമാണ്. രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഇയ്യോബിനോട് ചോദിക്കുന്നത്. ബലത്തോടെ നിൽക്കേണ്ട, ധൈര്യത്തോടെ നിൽക്കേണ്ട നീ എന്തുകൊണ്ടാണ് പതറിപ്പോകുന്നത്, നിൽപ്പാനായിട്ട് കഴിയാതെ വരുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നതായ ചോദ്യമാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 13-ാം അധ്യായം 11 മുതലുള്ളതായ വാക്യങ്ങൾ താഴേക്ക് വായിക്കുകയാണെങ്കിൽ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, യഹൂദയിൽ നിന്ന് ഒരു ദൈവപുരുഷനോട് ബേഥേലിലേക്ക് കടന്നു പോകുവാനും അവിടെ ചെന്ന് ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചിട്ട് നീ മടങ്ങി വരുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവപുരുഷനെ പറഞ്ഞയക്കുന്നുണ്ട്. ദൈവശബ്ദം കേട്ടിറങ്ങിത്തിരിച്ചതായ ഈ ദൈവപുരുഷനായ മനുഷ്യൻ ബേഥേലിലെത്തുകയും അവിടെ തന്നെ അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ആലോചനയെ അറിയിച്ചു മടങ്ങി വരികയും ചെയ്യുകയാണ്. തൻ്റെ മടക്കി യാത്രയിൽ ബേഥേലിൽ നിന്ന് വൃദ്ധനായൊരു പ്രവാചകൻ തൻ്റെ പിന്നാലെ കടന്നു ചെന്ന്, നീ മടങ്ങി വരണമെന്നും നീ അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പാനം ചെയ്ത് വിശ്രമിച്ച് മടങ്ങിപ്പോകണമെന്നും ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭമാണ്. അവിടെ ആ ദൈവപുരുഷൻ വൃദ്ധനായ പ്രവാചകനോട് പറയുന്നുണ്ട്, ദൈവം എന്നോട് പറഞ്ഞു, ആലോചനയെ അറിയിച്ച് തിരികെ പോരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, നിന്നോട് പറഞ്ഞ ദൈവം തന്നെ എനിക്ക് വെളിപ്പാട് തന്നിരിക്കുന്നു, എന്നോട് പറഞ്ഞിരിക്കുന്നു നിന്നെ വിളിച്ചുകൊണ്ട് വരുവാൻ എന്ന് പറയുമ്പോൾ, ആ വാക്കുകളുടെ മുൻപിൽ എന്തു ചെയ്യണം, എന്തു തീരുമാനമെടുക്കണമെന്ന് ചിന്തിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ദൈവപുരുഷനെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് താന് കടന്നു പോവുകയും തൻ്റെ ശുശ്രൂഷ മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ പാതകൾ അവിടെ തകർന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇയ്യോബിനോട് ചോദിക്കുകയാണ്, നിന്റെ ഹൃദയം എന്താണ് പതറുന്നത്, നിന്റെ ഉറപ്പ് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതായ ചോദ്യമാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും പതറുന്നവരായി തീരാതെ ധൈര്യത്തോടെ നിൽക്കേണ്ടതുണ്ട്. ഇയ്യോബ് ധൈര്യത്തോടെ നിൽക്കുകയാണ്. എങ്കിലും ആളുകൾ പലതും പറയുന്നുണ്ട്. 42-ാം സങ്കീർത്തനത്തിൻ്റെ 5-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വീണ്ടും 11-ാം വാക്യത്തിനകത്ത് വീണ്ടും ഓർപ്പിക്കുകയാണ്, എൻ്റെ ആത്മാവെ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക,
അവൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. തകർന്നു പോകാനുള്ള സാധ്യതകളുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനോട് പറയുവാനായിട്ട് കഴിയട്ടെ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ പതറുന്നവരായിട്ടല്ല, ഞങ്ങൾ ധൈര്യത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ അതിനായി ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളുടെ മേൽ പകരണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.